Hello everyone, welcome to CC Plus. എൻ്റെ പേര് ആതിര. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ്, അത് ഐഡിയാസ് എന്താണെന്നാണ് നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് HCF LCM ആയിരിക്കും. അപ്പോൾ പലർക്കും ഈ HCF LCM തമ്മിൽ കൺഫ്യൂഷൻ വരാറുണ്ട്, അതൊന്നും മാറിപ്പോവാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവേഴ്സ് ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ എന്നാട്ടോ, പ്രൈം ഫാക്ടർ ഇൻ ദി നമ്പർ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ 2 നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ കമ്പയർ ചെയ്ത് HCF കാണാൻ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്പേഴ്സിനെ എല്ലാം പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ, പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദി നമ്പർ. അപ്പോൾ ആ നമ്പേഴ്സിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന പ്രൈമുകൾ എടുക്കുക. കോമൺ ആയിട്ട് വരുന്ന പ്രൈമുകളുടെ ഏറ്റവും സ്മോളസ്റ്റ് പവർ അത് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കോമൺ ആയിട്ട് വരുന്ന പ്രൈമുകളുടെ സ്മോളസ്റ്റ് പവർ നമുക്ക് പ്രോബ്ലം ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 672 ആൻഡ് 120 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഈ നമ്പേഴ്സ് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ 6 നമുക്ക് എളുപ്പമാണ്. 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് നമ്പർ 72. ഓക്കെ, 72 എന്ന് പറയുമ്പോൾ 2 വെച്ച് പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു, 36 കിട്ടുന്നു, വീണ്ടും 2 വെച്ച് ചെയ്യുന്നു, സോ 18 കിട്ടുന്നു, ദെൻ വീണ്ടും 2 വെച്ച് ചെയ്യുന്നു, 9 വരുന്നു, ദെൻ ഇനി നമുക്കുള്ളത് 3 ആണ്. അപ്പോൾ 72ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2⁻³ × 3⁻² എന്നാണ്. അപ്പോൾ അത് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്പർ 120 ആണ്. അപ്പോൾ 120യുടെ പ്രൈം ഫാക്ടറൈസേഷൻ സോ 60, ദെൻ വീണ്ടും 2, സോ ദാറ്റ് ഈസ് 30, വീണ്ടും 2, സോ ദാറ്റ് ഈസ് 15, ഇനി നമുക്ക് 3 വെച്ച് സോ 5 വരും. അപ്പോൾ 120യുടെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2⁻³ × 3 × 5 ഇതാണ്. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിയല്ലോ. ഇനി HCFും LCMും കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം HCF കാണാം. HCF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒന്നുകൂടെ നോക്കാം നമുക്ക്. പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പ്രൈംസ്, ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഇതിന് 3നും നമുക്ക് 3 എണ്ണമാണ് കമ്പയർ ചെയ്യേണ്ടത്. 3ൻ്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന പ്രൈംസ് ഏതൊക്കെയാണ്? ഇവിടെ 2ഉം 3ഉം ഉണ്ട്, ഇവിടെയും 2ഉം 3ഉം ഉണ്ട്, ഇവിടെ 2ഉം 3ഉം 5ഉം ഉണ്ട്. അപ്പോൾ 3ലും കോമൺ ആയിട്ട് വരുന്ന പ്രൈംസ് 2 and 3 ആണ്. അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പവേഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ HCF ഓഫ് ദീസ് നമ്പേഴ്സ് 6, 72 and 120 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന പവേഴ്സ് പ്രൈംസ് 2 and 3. അതിൻ്റെ ഏറ്റവും ചെറിയ പവർ 2ൻ്റെ ഫസ്റ്റ് പവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ 3യുടെ ഫസ്റ്റ് പവറും വരുന്നുണ്ട്. സോ 2 × 3. അപ്പോൾ നമ്മുടെ HCF എന്തായിരിക്കും? 6 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ LCM നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി LCMയുടെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് LCM? LCM ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദി നമ്പർ. അപ്പോൾ എല്ലാ പ്രൈമുകളും എടുക്കണം, ആ പ്രൈമുകളുടെ എല്ലാം ഗ്രേറ്റസ്റ്റ് പവറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈമുകൾ 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുക്കണം അല്ലേ? അപ്പോൾ LCM ഓഫ് 6, 72 and 120 എന്ന് പറയുന്നത് എല്ലാ പ്രൈമുകളുടെയും ഹയസ്റ്റ് പവർ. അപ്പോൾ എന്ത് വരും? 2ൻ്റെ 3rd പവർ വരെ വരുന്നുണ്ട്. സോ 2³ × 3യുടെ 2nd പവർ വരെ വരുന്നുണ്ട്. സോ 3². ഇനി 5ൻ്റെ ഫസ്റ്റ് പവറേ ഉള്ളൂ, അത് എഴുതി. സോ നമുക്ക് എന്ത് വരും? 8 × 9 × 5 എന്ന് വരും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പോൾ LCMും HCF എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഇനി അത് മാറിപ്പോകാൻ നോക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ CC+ൽ 10th സ്റ്റാൻഡേർഡിന്
നമ്മൾ ഓൺലൈൻ ട്യൂഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിപ്പോൾ 9th കഴിഞ്ഞ നമ്മുടെ കൂട്ടുകാർക്ക് അല്ലേ, അവർക്ക് 10th നമ്മുടെ ബോർഡ് എക്സാം വരുമ്പോഴത്തേക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോകണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CC+ൽ ട്യൂഷൻസ് അവൈലബിൾ ആണ്. 1-1 ട്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ ആവശ്യം, സയൻസ്, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ്, അങ്ങനെ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത്, ഏതിനാണോ നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യം, ആ സബ്ജക്ട്സ് നമുക്ക് 1-1 ട്യൂഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ടീച്ചറായിരിക്കും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക, എൻക്വയറി നടത്തി എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ബോർഡ് എക്സാം ആകുമ്പോഴത്തേക്കും നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. ഇതുണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഷോ ദാറ്റ് 5 - √3 ഈസ് ഇറാഷണൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 3√2 ഈസ് ഇറാഷണൽ. അപ്പോൾ എന്താണ്, എല്ലാം ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാനാണ്. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലെ, 3 × √2 അങ്ങനത്തെ ഒരു ടേമാണ്. തൊട്ട് മുന്നേ എന്തായിരുന്നു, കോമ്പിനേഷനാണ് 2 നമ്പേഴ്സ്, അഡീഷനോ പ്ലസ്സോ ആകാം കേട്ടോ. ഇപ്പോൾ 5 - അഡീഷനോ സബ്ട്രാക്ഷനോ ആകാം. 5 - √3 അല്ലെങ്കിൽ 5 + √3 അങ്ങനെയൊക്കെ വരാം. പിന്നെ ഫസ്റ്റ് വൺ എന്താണ്, √2, ജസ്റ്റ് ഒരു റൂട്ട് നമ്പർ, അത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഏത് പ്രോബ്ലം വന്നാലും എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലം മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങളിതിൽ നിന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്ന √2 ഇറാഷണൽ, നമ്മൾ അതിൻ്റെ നേരെ കോൺട്രഡിക്ഷൻ എടുക്കും. √2 ഇറാഷണൽ അല്ല, അത് റാഷണൽ ആണെന്ന് എടുത്തിട്ട് നമ്മൾ എന്താണ്, കോൺട്രഡിക്ഷൻ എടുത്ത് നമ്മൾ ഫസ്റ്റ് കോൺട്രഡിക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ തിരിച്ചെടുക്കുന്നു. നമ്മൾ ലാസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു നമ്മുടെ അസംഷൻ റോങ് ആണ്. അതുകൊണ്ട് ഈ പറയുന്ന നമ്പർ ഇറാഷണൽ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ √2 എന്നുള്ളതിന് പകരം √3 എന്നോ √5 എന്നോ എന്ത് വരാം, ഏത് നമ്പർ വന്നാലും ചെയ്യേണ്ട മെത്തേഡ് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ √2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരെ കോൺട്രഡിക്ഷൻ നമ്മൾ എടുക്കും. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിന് കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ റാഷണൽ ആണെന്ന് എടുക്കും. അപ്പോൾ സപ്പോസ് √2 ഈസ് റാഷണൽ. അപ്പോൾ √2 റാഷണൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, √2നെ ഒരു a/b എന്നുള്ള ഫോമിൽ ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ എയും ബിയും എന്തായിരിക്കും, ഇൻറ്റീജേഴ്സ് ആയിരിക്കും. അത് തമ്മിൽ ഇനി കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. എയും ബിക്കും കോമൺ ഫാക്ടറായിട്ട് എന്താണ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കോപ്രൈംസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ √2 × b = a. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, 2 സൈഡും സ്ക്വയർ ചെയ്യുക കേട്ടോ. അപ്പോൾ √2 × b all square = a² എന്ന് വരും. അപ്പോൾ എന്ത് വരും, 2b. 2b² = a² എന്ന് വന്നു. അപ്പോൾ 2b² = a² മീനിങ് എന്താ, a² എന്ന് പറഞ്ഞാൽ 2 × സം വാല്യൂ ആണ്. അതായത് ഈ a² എന്ന് പറയുന്നത് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ a² 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എയും എങ്ങനെ തന്നെയായിരിക്കും, 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ a ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പോൾ ഞാൻ എക്ക് പകരം 2 × സം c എന്ന് എഴുതുവാണ്. a ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പോൾ a = 2c എന്ന് കൊടുത്തു. അപ്പോൾ ഇപ്പം നമുക്കറിയാം കേട്ടോ, a എന്ന് പറയുന്നത് എന്താണ്, a ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനിൽ 2b² = a² എന്നുള്ളിടത്ത് എക്ക് പകരം ഞാൻ 2c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ 2b² = a². സോ ദാറ്റ് ഈസ് 2c² എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, 2b² = 4c² എന്ന് വരും. അപ്പോൾ 2 ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. സോ b² = 2c². അതായത് b² എന്ന് പറയുന്നത് 2 × സം വാല്യൂ ആണ്. അപ്പം b² 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. b² 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ബിയും എന്തായിരിക്കും, 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ, a/b എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രാക്ഷനായിട്ട് നമ്മൾ ഈ √2നെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എയും ബിയും രണ്ട് ഇൻറ്റീജേഴ്സ് ആണ്, അതിന് 1 അല്ലാതെ വേറെ ഒരു കോമൺ ഫാക്ടേഴ്സും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ലേ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, കോമൺ ഫാക്ടറായിട്ട് 2 വന്നു. അപ്പം അങ്ങനെ വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ആദ്യം എടുത്ത അസംഷൻ തെറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കോൺട്രഡിക്ഷൻ വന്നത്. നമ്മൾ എന്താ അസ്യൂം ചെയ്തേ, √2 റാഷണൽ നമ്പർ ആണെന്നാണ് അസ്യൂം ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ അസംഷൻ തെറ്റാണ്, അതുകൊണ്ട് √2 എന്തായിരിക്കും, √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇങ്ങനെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇതിന് വ്യത്യാസം വരുന്ന രീതി ഞാൻ പറയാം. ഇപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട √2 ഇറാഷണൽ എന്നായിരുന്നു, √2. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് വന്നു. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ എന്നാണെന്ന് വെച്ചോ. √3 എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പുകൾ 3 വരും, അതായത് ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ള രീതിക്ക് വരും. ഈ സെയിം കാര്യങ്ങൾ തന്നെ ചെയ്യുക. ഇനി √5 എന്നാണെങ്കിൽ ഈ 2ൻ്റെ സ്ഥാനത്തല്ല എന്താ വരാൻ പോകുന്നത്, 5 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ആ രീതിക്ക് ഫൈനലൈസ് ചെയ്യുക. √7 എന്നാണെങ്കിൽ അത് 7. അപ്പോൾ ആ ഒരു നമ്പറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതുപോലെ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 5 - √3 ഈസ് ഇറാഷണൽ. ഇതും നമ്മൾ നേരെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യാൻ പോവാണ്. 5 - √3 ഇറാഷണൽ. സപ്പോസ് അസ്യൂം ദ കോൺട്രഡിക്ഷൻ 5 - √3 റാഷണൽ. അപ്പോൾ 5 - √3 റാഷണൽ ആണെങ്കിൽ ഈ 5 - √3യെ എനിക്ക് എങ്ങനെ എഴുതാം, a/b എന്ന് എഴുതാം അല്ലേ, റാഷണൽ ആയിട്ട് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ √3 മാത്രം ഈ സൈഡിൽ നിർത്തുവാണ്. അപ്പോൾ ബാലൻസ് എന്ത് വരും, 5 - a/b എന്ന് വരും അല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, √3 = 5b - a/b എന്ന് വരും. ഒന്ന് നോക്കിക്കേ, ഇതൊരു എന്താണ്, a/b എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ 5b - a/b എന്ന് പറയുന്നതും റാഷണൽ ആണ്. അതായത് ഈ റൈറ്റ് സൈഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു റാഷണൽ നമ്പറിനെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് അതിനോട് ഈക്വൽ അല്ലേ. അപ്പം ലെഫ്റ്റ് സൈഡും എന്തിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം, ഒരു റാഷണൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യണം. പക്ഷേ √3 എന്തല്ല, റാഷണൽ അല്ല. അപ്പം നമ്മുടെ അസംഷൻ അവിടെ തെറ്റിയിട്ടുണ്ട്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു, 5 - √3 ഈസ് റാഷണൽ എന്നാണ് അസ്യൂം ചെയ്തത്. അതവിടെ തെറ്റാണ്. സോ 5 - √3 ഈസ് ഇറാഷണൽ. ഐഡിയ ക്ലിയർ ആണല്ലോ. ദെൻ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3√2 ഈസ് ഇറാഷണൽ. അപ്പോൾ 3√2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ സെയിം മെത്തേഡ് യൂസ് ചെയ്യുവാണ്. 3√2വിനെ റാഷണൽ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 3√2 എന്ന് പറയുന്നത് എന്തായിരിക്കും, a/b ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ √2വിനെ എങ്ങനെ എഴുതാം, a/b ഈ 3നെ ഇപ്പുറം കൊണ്ടുവരുവാണ്. അപ്പോൾ a/3 × b എന്ന് വരും അല്ലേ. 3 റൈറ്റ് വരുമ്പോൾ a/3 × b. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ തന്നെ വരും. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡും എന്ത് തന്നെയായിരിക്കും, റാഷണൽ തന്നെയായിരിക്കണം. അപ്പോൾ പക്ഷേ ഈ ലെഫ്റ്റ് √2 നമുക്ക് എന്താണെന്നറിയാം, റാഷണൽ അല്ലെന്നറിയാം. അതുകൊണ്ട് നമ്മുടെ അസംഷൻ അവിടെ എന്തായിരിക്കും, തെറ്റാണ്. നമ്മൾ റാഷണൽ എന്ന് അസ്യൂം ചെയ്ത് തെറ്റാണ്, ഒരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ 3√2 എന്തായിരിക്കും, ഇറാഷണൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മളിപ്പോൾ കാണിച്ച ഒന്നുകിൽ 3√2 അല്ലെങ്കിൽ ഈ മോഡൽ, അതല്ലെങ്കിൽ ഇങ്ങനെ കോമ്പിനേഷൻ 5 - √3 അല്ലെങ്കിൽ പ്ലസ്, അതല്ലെങ്കിൽ ഡയറക്റ്റ് √2, √5, √7 ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോബ്ലം മസ്റ്റായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഈ ഒരു ടൈപ്പ് മാത്രമാണ് കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. ബാക്കി രണ്ടും ചെയ്യുന്നത് ഏതാണ്ട് സെയിം മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.